Hello, welcome to our channel. Let's grow together. Hi, my name is Vinita. I'm a life transformation coach and healer. എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഹായ് ദിസ് ഇസ് വിനീഷ വുമൺ എംപവർമെന്റ് കോച്ച് ആൻഡ് NLP പ്രാക്ടീഷണർ. അപ്പോൾ വിനീത, ഇന്ന് എന്ത് ഇൻഫർമേഷനാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വിനീഷ, ഇന്ന് ഞാൻ എങ്ങനെ നമ്മുടെ പ്രൊക്കാസിനേഷൻ, അതായത് ഡിലേ ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി, ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ചാലഞ്ചസ്. അതായത് നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പം ഇത് രണ്ടുമാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് നമ്മളെ ചെറിയ ശീലങ്ങൾ കൊണ്ട് എങ്ങനെ ഒഴിവാക്കാം, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സിമ്പിൾ ടെക്നിക് ആണോ? സിമ്പിൾ ആ ടെക്നിക്. അതെ, വളരെ സിമ്പിളാണ്. നമ്മുടെ ഡെയിലി ഹാബിറ്റിന്റെ കൂടെ തന്നെ ചെറിയ ചെറിയ 1-2 മിനിറ്റ് എടുത്ത് അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ആ ഒരു ഡേ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റീവ് ആക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം ഓൺ ടൈമിൽ ചെയ്യാനും നമുക്ക് കഴിയും. അത്രയും പവർഫുൾ ആണ്. ജാവ സിമ്പിളാണ്, പവർഫുൾ ആണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു ഹാബിറ്റും. ചെറിയ ചെറിയ ഹാബിറ്റുകളാണ്. അപ്പം ഞാൻ അതിനെ 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെയാണ്, ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മുതലാണല്ലേ. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പ്ലാൻ നമ്മുടെ ബ്രെയിനിൽ ജനറേറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 minute മോർണിംഗ് പ്ലാൻ. അതായത് നമ്മൾ എപ്പോഴും കിടക്കാൻ നേരം നമ്മുടെ ബെഡിന്റെ സൈഡിൽ ഒരു ബുക്ക് വയ്ക്കുക. അപ്പൊ ആ ബുക്ക് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ അന്ന് എന്താണോ നമ്മൾ ചെയ്യേണ്ടത് ആ ബുക്കിൽ 3 minute കൊണ്ട് എഴുതുക. അത് 3 കാര്യങ്ങളാണ് എഴുതേണ്ടത്. 3 മിനിറ്റ് കൊണ്ട് 3 കാര്യങ്ങൾ എഴുതുക. അതായത് ആ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതാണ് എഴുതേണ്ടത്. അപ്പം ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ, എന്ത് കാര്യമാണെങ്കിലും പ്ലാൻ ഇല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് ആവത്തില്ല, അല്ലേ? വിത്തൗട്ട് പ്ലാനിങ് നത്തിങ് എന്നല്ലേ പറയുന്നത്. അതേപോലെ നമ്മുടെ ഓരോ ദിവസം കൃത്യമായ പ്ലാനിങ്ങിലൂടെ പോവുകയാണെങ്കിൽ അതൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കി മാറ്റാൻ നമുക്ക് കഴിയും. അപ്പം അന്ന് ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഗോളുകൾ ആ ബുക്കിൽ എഴുതുക. അപ്പം നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യും. അതിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ പോലും അറിയാതെ നമ്മൾ അത് ചെയ്യും അന്നത്തെ ദിവസം. അത് അത്രയും മാജിക്കാണ്. അത് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പം നമ്മൾ അവിടെ നിന്നേ തുടങ്ങി അന്നത്തെ ദിവസം. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ടച്ച് വൺസ്. അതായത് ടച്ച് വൺസ് അല്ലെങ്കിൽ ഫിനിഷ് ദ ഫിനിഷബിൾ. അതായത് നമ്മൾ രാവിലെ മുതൽ എന്ത് ചെയ്യുന്നോ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ എഴുന്നേറ്റു, ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അപ്പം ബെഡ് എഴുന്നേറ്റ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ബെഡ് മേക്കിംഗ്, അല്ലേ? അപ്പം നമ്മൾ എന്താണ് എല്ലാ ദിവസവും ബെഡ് മേക്ക് ചെയ്യുക. ആ ബെഡ് മേക്ക് ചെയ്യുന്ന കാര്യം നിസ്സാരമല്ല. അതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ, അതായത് എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യണമെങ്കിൽ, എല്ലാവരും ചെയ്യാറുണ്ട്, അത് ചിലപ്പോൾ പല ടൈമിലായിരിക്കും ചെയ്യുന്നത്, അല്ലേ? പക്ഷെ എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് എന്താണെന്നറിയോ, ഒരു സ്മോൾ വിൻ ഫീൽ ചെയ്യും ബ്രെയിനിന്. അതായത് ഒരു സക്സസ് ഫീൽ ഉണ്ടാവും. നമ്മൾ ചെയ്ത ഒരു കാര്യം ചെറുതാണെങ്കിലും, ആ ആ ആ ചെറിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നെങ്കിലും അതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമ്മുടെ ലൈഫിൽ. ബെഡ് മേക്കിംഗ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയുണ്ട് ബെഡ് മേക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി. അപ്പം നമ്മൾ ആ ബെഡ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും ഒരു സ്മോൾ വിന്ന് ഉണ്ടാക്കുകയും ബ്രെയിൻ എന്താണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് നമ്മൾ രാത്രി മുതൽ രാവിലെ വരെ കിടന്നുറങ്ങി ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത് എങ്ങനെയാണ്? ബെഡ് മേക്കിംഗ് കഴിയുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആയി. അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും? എന്ത് ചെയ്താലും അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു എന്താണ് ഒരു ട്രെയിനിങ്ങിലായി കഴിയും. ഓക്കെ. അപ്പൊ അതാണ് ടച്ച് വൺസ് അല്ലെങ്കിൽ ഫിനിഷ് ദ ഫിനിഷബിൾ. അപ്പം ബെഡ് മേക്കിംഗ് മാത്രമല്ല, നമ്മൾ ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ചെറുത് മുതൽ വലുത് വരെ ചെയ്യുന്നുണ്ട്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. ആ ഗ്ലാസ് എടുക്കുന്നു, കഴുകുന്നു, വെള്ളം ഒഴിക്കുന്നു, കുടിക്കുന്നു. കുടിച്ചിട്ട് തിരിച്ച് നമ്മൾ എന്താണോ ചെയ്തത് അതേപോലെ കഴുകി തിരിച്ചു വെക്കുക. ഒരു പ്ലേറ്റ് എടുക്കുന്നു ഫുഡ് കഴിക്കാൻ, ആ പ്ലേറ്റ് എടുത്ത് കഴുകി ഫുഡ് എടുത്തു കഴിച്ചു, തിരിച്ച് കഴുകി അതേപോലെ വെക്കുക. അപ്പം ഇതെല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷെ നമ്മൾ ഓൺ ടൈം ആ സമയത്ത് തന്നെ എടുത്ത സാധനങ്ങൾ തിരിച്ചു വെക്കുക. അപ്പം ഇത് ടച്ച് വൺസ് റൂൾ അല്ലെങ്കിൽ ഫിനിഷ് ദ ഫിനിഷബിൾ, ഇത് രണ്ടും നമുക്ക് പറയാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് തുടങ്ങി വെച്ച കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ ഓൺ ടൈമിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ. അപ്പം അതാണ് സെക്കൻഡ് പോയിന്റ്. എന്താണ്? ടച്ച് വൺസ് റൂൾ അല്ലെങ്കിൽ ഫിനിഷ് ദ ഫിനിഷബിൾ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 5 minute സ്റ്റാർട്ട് ട്രിക്ക്.
അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മൾ തന്നെ അറിയാതെ അതിനൊരു ഡിലേ ഉണ്ടാക്കും. അതായത് എങ്ങനെ, കുറച്ചുകൂടെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ്, അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ, അല്ലെങ്കിൽ നാളെ തുടങ്ങാം, ഇന്നിപ്പോൾ റിലാക്സ് ആയിട്ടിരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ എത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നു അല്ലേ? നമ്മൾ പോലും അറിയാതെ നാളെ നാളെ നീളെ നീളെ, അത് ഒരിക്കലും തുടങ്ങാനും പോകുന്നില്ല, ഒരിക്കലും ചെയ്യത്തുമില്ല അല്ലേ? അപ്പം അതെന്താണ്, നമ്മൾ തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു കംഫർട്ട് സോണാണ്. അതായത് നമ്മൾ ഒരു വർക്കിന്, ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് നമുക്ക് ഡിസ്കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? കാര്യം അത് നമുക്ക് വർക്ക് ചെയ്യണമല്ലോ. ഇത് നമ്മൾ കംഫർട്ട് സോൺ, ബ്രെയിൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കംഫർട്ട് സോണാണ്. അതായത് അവർക്ക് പണിയെടുക്കുന്ന ഇഷ്ടമല്ല, അവർ ഭയങ്കര ലേസിയാണ് ബ്രെയിൻ. ആ ബ്രെയിനിനെയാണ് നമ്മൾ ഈ ചെറിയ ചെറിയ ട്രിക്കിലൂടെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു ചെറിയ ശീലങ്ങൾ ഉണ്ടാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നമ്മളെല്ലാം പ്രൊഡക്റ്റീവ് ഡേ ആക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും നമുക്ക് കഴിയുന്നത്. അപ്പം അതിനാണ് ഈ ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ബ്രെയിൻ എന്ത് ചെയ്യും? ഒന്നല്ലെങ്കിൽ ഫോൺ, ഇപ്പം എല്ലാവരും ഫോൺ സ്ക്രോൾ ചെയ്യലാണ് അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും, ഓ നമ്മൾ ഇപ്പോഴല്ലേ എടുത്തോളൂ, 5 ആവും 10 ആവും, നമ്മൾ ആ സമയം പോകുന്നത് അറിയത്തില്ല. അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ച ടൈം വേസ്റ്റ് ആക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നത് നല്ലത് തന്നെയാണ്. നമ്മൾ വെറുതെ ഡിലേ ആക്കിയിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാതെ അതിനൊരു കംഫർട്ട് സോണിൽ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പുറത്തു പോവാം, അതാണ് സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും അല്ലേ? പക്ഷെ അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ഡിലേ ആവും. ഇതെല്ലാം ചെയ്യാം, അതിനൊരു ടൈം വെക്കുക. നമ്മുടെ ജോലി ഫസ്റ്റ് കഴിഞ്ഞിട്ട് അതിനൊരു ടൈം വെക്കുക. അപ്പം അപ്പൊ നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കേണ്ടതെന്ന് 5 മിനിറ്റ്സ് സ്റ്റാർട്ട് ട്രിക്ക്. അതായത് ഇങ്ങനെ കൊടുക്കുക, ഞാൻ 5 മിനിറ്റിനകം എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യും. ആ 5 മിനിറ്റിൽ മെയിൻ ആയിട്ടുള്ള മെസ്സേജ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജിന് റിപ്ലൈ അയക്കുക, ഇമെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമെയിൽസിന് റിപ്ലൈ അയക്കുക, അർജന്റ് കോൾസ് ഉണ്ടെങ്കിൽ ആ കോൾ എടുത്ത് നമ്മൾ അല്ലെങ്കിൽ തിരിച്ച് വിളിച്ച് നമ്മൾ സംസാരിക്കുക. ഇത് ഈ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്ന ഓർഡറാണ്. 5 മിനിറ്റിൽ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ ബാക്ക് ടു ഡ്യൂട്ടിയിൽ ഞാൻ കയറും. ഓക്കെ, അപ്പം അതാണത്. അത് കഴിഞ്ഞ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹാബിറ്റ് ആങ്കറിങ്. അതായത് നമുക്ക് എല്ലാവർക്കും ശീലം ഉണ്ടല്ലേ, കുളിക്കുക, പല്ലേക്കുക, പിന്നെ അങ്ങനെ ദൈനംദിനം നമുക്ക് ഒരുപാട് ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളെ കൂടി നമ്മൾ പുതിയ ശീലങ്ങൾ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമ്മുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ നാളെ മുതൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലോട്ട് വരാൻ പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യുക, പഴയ ശീലങ്ങളോടുകൂടി ഈ പുതിയ ശീലങ്ങൾ ആഡ് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ എല്ലാ ദിവസവും പല്ല് തേക്കും, അപ്പം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എല്ലാ ദിവസവും രാവിലെ എംറ്റി സ്റ്റൊമക്കിൽ കുടിക്കണം എന്നുണ്ട്. അത് നല്ലതാണ്, വയറിന് നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെറുതിലെ ശീലിച്ചത് ചായയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ആ ചായ മാറ്റിയിട്ട് വെള്ളം കുടിക്കണം. പക്ഷെ എനിക്കത് എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റുന്നില്ല. വെള്ളം കുടിക്കുന്നത്, ചായ മാറ്റിയിട്ട് വെള്ളം കുടിക്കുന്ന ശീലം ആക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനൊരു ശീലം വെച്ചു, പല്ല് തേച്ച ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കണം. അപ്പം ഞാൻ പഴയ ശീലമായ പല്ല് തേപ്പിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി പല്ല് തേക്കുമ്പോൾ ഈ വെള്ളം കുടിക്കുന്ന കാര്യം ഓർക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യും. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഴയ ശീലങ്ങളോട് കൂടി തന്നെ പുതിയ ശീലങ്ങൾ ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ് നൗ. അതായത് നമ്മുടെ ലൈഫിൽ, എല്ലാവരുടെ ലൈഫിലും കൊണ്ടുവരേണ്ട കാര്യമാണ്. പിന്നെ എന്ന് പറഞ്ഞു വയ്ക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ, അതായത് നമ്മൾ തന്നെ നമ്മളോട് എപ്പോഴും പറയുക, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ, അങ്ങനെ പറയാം. അപ്പം നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതൊരു കൊടുക്കുന്ന ഓർഡർ പോലെയാവും. അപ്പം നമ്മൾ പോലും അറിയാതെ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിനോട് പറയുക, ഡു ഇറ്റ് നൗ. നമ്മുടെ മൈൻഡ് ഇങ്ങനെ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുമ്പോൾ, അതായത് കംഫർട്ട് സോൺ തിരയുമ്പോൾ തന്നെ പറയുക, ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ, ഇങ്ങനെ ഒരു മന്ത്ര പോലെ നമ്മൾ പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യേണ്ട ജോലി ചെയ്യും. അതാണ് ഡു ഇറ്റ് നൗ. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫോൺ പാർക്കിംഗ് സ്പോട്ട്. അതായത് എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടാവും അല്ലേ? മിക്കുള്ളവരും ഫോണിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു വീട്ടിൽ ഒരു സ്ഥലം കണ്ടുപിടിക്കുക. അതായത് നമ്മൾ കാർ പാർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫോൺ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ് കണ്ടുപിടിക്കുക. നമ്മൾ എപ്പോഴാണ് നമ്മുടെ ഫോൺ യൂസ് ചെയ്യുന്ന, ആ ഫോൺ ഉപയോഗം കഴിഞ്ഞ് നമ്മൾക്ക് ഡ്യൂട്ടിയിലോട്ട് കയറണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അപ്പം എന്ത് ചെയ്യുക, നമ്മുടെ ഫോൺ എന്ത് ചെയ്യുക, പാർക്ക് ചെയ്ത് വെക്കുക. അപ്പം അതിനൊരു സ്പോട്ട് കണ്ടുപിടിക്കുക, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പം അതിനെ പറയുന്ന ഫോൺ പാർക്കിംഗ് സ്പോട്ട്.
അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് റീസെറ്റ് റിച്വൽ. അതായത് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾ നീറ്റായിട്ട്, അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ പാമ്പർ ചെയ്യുക എങ്ങനെയാണ്? ഫേസ് വാഷ് ഒക്കെ ചെയ്ത് മോയ്സ്ചറൈസർ ഒക്കെ തേച്ച് നമ്മളെ തന്നെ മിററിൽ നോക്കി സ്മൈൽ ചെയ്ത് വാവ് യു ഡു വെരി വെൽ, യു ഡിഡ് വെരി വെൽ, അതായത് ഇന്നത്തെ ദിവസം മനോഹരമാക്കി നല്ലതാക്കി എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ചെയ്തു എന്ന് നിങ്ങളെ തന്നെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടി അപ്രീഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്തിനാണ് നൈറ്റ് വെയർ എന്താണ് ഇടുന്നത് അത് ഇട്ട് നെക്സ്റ്റ് ഡേ ഇടാനുള്ള ഡ്രസ്സും നമ്മൾ റെഡിയാക്കി വെക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ ഓർഗനൈസ് ആയിട്ട് നമ്മുടെ ലൈഫ് പോവും. നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ഫോക്കസ്, അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ആവും. അപ്പൊ ഇനിയും നമുക്ക് നല്ല നല്ല ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വരെയും ചെയ്യും. കാര്യം നമുക്ക് അപ്പൊ തന്നെ നമ്മുടെ ഫുൾ പേഴ്സണാലിറ്റി മാറ്റം ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ. ഇത് വളരെ സിമ്പിൾ കാര്യങ്ങളല്ലേ? നമ്മളെ ഈ ലൈഫിൽ ഒരു സിമ്പിൾ, ഡിസിപ്ലിൻ വരും അല്ലേ? അതെ 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 അതെ. അപ്പൊ നമുക്ക് ഒരുപാട് ടൈം ഒരു ദിവസം ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഇത് ഓർഗനൈസ് ആയിട്ട് ഈ ഒരു 7 പോയിന്റ്സ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഓർഗനൈസ്ഡ് ലൈഫ്, അതായത് നമുക്ക് ഒരുപാട് ടൈം ഒരു ദിവസം ഉണ്ടായിരിക്കും. മറ്റേതെന്താണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യത്തുമില്ല, എന്നാ ഒട്ട് ടൈം പോവുകയും ചെയ്യും. പിന്നെ എല്ലാം കൂടി ഒരു വലിച്ചുവാരി ചെയ്യലും അങ്ങനെ ഒരു അറേഞ്ച്ഡ് ആയിട്ടുള്ളതായിരിക്കില്ല അല്ലെ? അപ്പൊ ഇതൊരു സിസ്റ്റമാറ്റിക് രീതിയിൽ പോകും. അപ്പൊ ഞാൻ ഒന്നും കൂടി ഈ പോയിന്റ്സ് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് 3 മിനിറ്റ് പ്ലാൻ, അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ 3 ഗോൾസ് എഴുതുക. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടച്ച് വൺസ് റൂൾ, അതായത് എന്തെടുക്കുന്നോ അത് തിരിച്ചു വെക്കുക. അതിലെന്താണ്? നമ്മുടെ എൻവയോൺമെന്റ് ക്ലീൻ ആയിരിക്കും. നമ്മുടെ എൻവയോൺമെന്റ് ക്ലീൻ ആകുമ്പോൾ നമ്മുടെ മൈൻഡും ക്ലീൻ ആയിരിക്കും. ടൈം ടച്ച് സേവ് ചെയ്യാൻ വൺസ് റൂൾ, പറ്റും അല്ലേ? അതെ 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 അതെ. ടച്ച് വൺസ് റൂൾ അല്ലെങ്കിൽ ഫിനിഷ് ദ ഫിനിഷബിൾ. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് 5 മിനിറ്റ് സ്റ്റാർട്ട് ട്രിക്ക്, അതായത് ഏത് കാര്യവും നമ്മുടെ ബ്രെയിനിന് ഓർഡർ കൊടുക്കുക, 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ അടുത്ത ജോലി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡു ഇറ്റ് നൗ, അതായത് നമ്മൾ എപ്പോഴും ഈ ഒരു മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, ഡു ഇറ്റ് നൗ. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്ത് തീർക്കുക, പിന്നെയല്ല ഇപ്പം. അപ്പൊ ഡു ഇറ്റ് നൗ, ഡു ഇറ്റ് നൗ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ ഹാബിറ്റ് ആങ്കറിങ്. ഹാബിറ്റ് ആങ്കറിങ് എന്ന് പറഞ്ഞാൽ പഴയ ശീലങ്ങളൊപ്പം തന്നെ പുതിയ ശീലങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് അതിനെ നമ്മുടെ ആ ശീലത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്യേണ്ട ഒരു ഇതാണ് ഹാബിറ്റ് ആങ്കറിങ്. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ ഫോൺ പാർക്കിംഗ് സ്പോട്ട്, അതായത് ഫോണിനെ നമ്മൾ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് ആ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് നമ്മൾ ആ ഫോൺ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിയാതെ നമ്മളത് എടുക്കാൻ പാടില്ല. അടുത്തെന്ന് പറഞ്ഞത് നൈറ്റ് റീസെറ്റ് റിച്വൽ, അതായത് രാത്രി നമുക്ക് എന്താണ് അന്ന് ചെയ്ത കാര്യങ്ങൾക്ക് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുക, നമ്മൾ റെഡി ആവുക, നമ്മൾ എന്താണ് നെക്സ്റ്റ് ഡേയിലേക്കുള്ള എന്താണ് ഡ്രസ്സ് എല്ലാം ഓർഗനൈസ് ചെയ്ത് നമ്മൾ എന്താണ് ഉറങ്ങാൻ പോകും. ഇതാണ് ഒരു ഫുൾ ഡേ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഏറ്റവും ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൊക്രാസ്റ്റിനേഷനും ഇൻകൺസിസ്റ്റൻസി ആണ്. അത് കാരണമാണ് നമ്മൾ പല കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മൾ അവിടെ സ്റ്റക്കായി നിൽക്കുന്നത് ലൈഫിൽ. അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ശീലത്തിലൂടെ പതുക്കെ പതുക്കെ മുന്നോട്ട് പോയി നമുക്ക് എന്താണ് എളുപ്പത്തിൽ തന്നെ വിജയത്തിലെത്താൻ പറ്റും. വാവ്, സൂപ്പർ. എല്ലാവർക്കും അറിയുന്ന കാര്യം, പക്ഷെ ആരും നമ്മൾ ലൈഫിൽ ആരും എന്താണ് കൊണ്ടുവരാത്ത കാര്യം അല്ലേ? അതെ 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 അതെ. ഇത് ഇങ്ങനെ പറയാൻ കാര്യം ഞാൻ ഇത് എൻ്റെ ലൈഫിൽ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ വിനീഷ് ഇത് നമ്മുടെ ലൈഫിൽ ചെയ്ത് അതെ. സക്സസ്ഫുൾ ആയപ്പോഴാണ് കാര്യം നമ്മൾ 2 വർഷം മുന്നേ ഇതേപോലെ ലൈഫ് കോച്ചിങ്ങിൽ സ്റ്റക്കായിരുന്നു. അതായത് ഇത് എങ്ങനെയാ സോഷ്യൽ മീഡിയ ഫിയർ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു അല്ലേ വിനീഷ? അതെ, അപ്പൊ കുറെ ഞങ്ങൾ കാര്യങ്ങൾ വിചാരിച്ചു ഞങ്ങളെ പുറകോട്ട് വലിക്കുന്നുണ്ടായിരുന്നു. ആ, പിന്നെ ആവാം, അതെ. പിന്നെ അപ്പൊ ആവാം, നാളെ ആവട്ടെ, നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ടൈം ചുമ്മാ വേസ്റ്റ് ചെയ്തു അല്ലേ? അതെ 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 അതെ. പിന്നെ നമ്മൾ തന്നെ നമ്മളെ പറ്റി ഒരു അവയർനെസ് കൊണ്ടുവന്നു, അതായത് എന്താണ് എവിടെയാണ് നമ്മൾ സ്റ്റക്ക് എന്നുള്ളത് നമ്മൾ അവെയർ ആയി അതിനെ ഫൈൻഡ് ചെയ്തിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ, ഒരു സിമ്പിൾ ടെക്നിക്ക്, അതായത് ഇപ്പോൾ ഒരു വലിയൊരു സൊല്യൂഷൻ ആണ് നമുക്ക് തന്നാൽ നമ്മൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഓ ഇനിയിപ്പോൾ അത് ചെയ്യണമല്ലോ എന്നുള്ളൊരു മടി വരും. അപ്പൊ ഇത് സ്മോൾ സ്മോൾ ഹാബിറ്റ് ആകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. ഓ ഇതിപ്പോ ചെയ്യാൻ എന്താ പാട്, ഇത് നമുക്ക് ചെയ്യാലോ, ചെയ്ത് നോക്കാലോ. അപ്പൊ ചെയ്ത് നോക്കിയപ്പം പടപടേന്നാണ് കാര്യങ്ങളല്ലേ. നമുക്ക് അതെ അതെ. ഒരുപാട് അന്നത്തെ ദിവസം ഫുള്ള് പ്രൊഡക്റ്റീവ് ആക്കാനും പറ്റും, സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റും. ഇന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റി, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി അല്ലേ?
അപ്പം നമ്മളൊരു ഈ വീക്കിൽ എടുത്ത് നോക്കണം. നമ്മളെ തന്നെ മോണിറ്റൈസ് ചെയ്യണം. എന്തൊക്കെ നമ്മൾ ഈ വീക്കിൽ ചെയ്തു, ആ കാര്യങ്ങൾ നമ്മുടെ എയിം ഉണ്ടായിരുന്ന നമ്മൾ ചെയ്യേണ്ടിയിരുന്ന, അതായത് ഗോൾ സെറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ 3 കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ വീക്കിലി എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു മോണിറ്റൈസേഷൻ ചാർട്ടും കൂടി നമ്മൾ റെഡിയാക്കണം. അപ്പൊ നമ്മുടെ ഒരു ഗ്രാഫ് ഓട്ടോമാറ്റിക്കലി അല്ലെ, ഒരു ഗ്രാഫ് നമ്മൾ അതെ വരയ്ക്കണം. അതെ അതെ, നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ കമ്പയർ ചെയ്യണം. അതായത് ലാസ്റ്റ് വീക്കിൽ നിന്ന് ഈ വീക്ക് ഞാൻ ഇമ്പ്രൂവ് ആയോ, അതെ, ആ ഒരു ലെവൽ തന്നെയാണ്, അത് അതിൽ നിന്ന് താഴെ പോയോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അവയർനെസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ശരിയാവത്തില്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് നമ്മൾ മാറാൻ ശ്രമിക്കും. അപ്പൊ അത്രയും ഇമ്പോർട്ടൻറ്റും പവർഫുള്ളും ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്കും നമ്മളോടൊപ്പം കൂടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനി വരുന്ന വീഡിയോസുകളൊന്നും നഷ്ടമായിരിക്കും. താങ്ക് യു. താങ്ക് യു.